സുഹൃത്തുക്കളെ, ഇന്ന് ലോകം അതീവ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഭീഷണി മനുഷ്യരാശിയുടെ മുകളിലായി തൂങ്ങിക്കിടക്കുകയാണ്. ആണവ യുദ്ധത്തിൻ്റെ പേടി ലോകമെമ്പാടും വളരുകയാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥ. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ച് 80 വർഷം കഴിഞ്ഞിട്ടും ലോകം വീണ്ടും ഒരു വലിയ സാമ്രാജ്യത്വ സംഘർഷത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളോ ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങളോ അല്ല. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവ ചേർന്ന ശക്തികൾ ലോക രാഷ്ട്രീയത്തെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമം എന്നത് ശക്തരായ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ യുദ്ധരാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആയുധ കമ്പനികളും വലിയ കുത്തക മൂലധന ശക്തികളുമാണ്. യുദ്ധം നടക്കുമ്പോഴാണ് ആയുധ വ്യാപാരികൾക്ക് ലാഭം. അതിനാൽ സമാധാനത്തെക്കാൾ യുദ്ധമാണ് അവരുടെ താല്പര്യം. ഇന്ന് ലോകത്ത് 4 വലിയ വൈരുദ്ധ്യങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. ഒന്നാമത്, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം. അമേരിക്കയും യൂറോപ്യൻ ശക്തികളും തമ്മിൽ തന്നെ വിപണികൾക്കായും സ്വാധീനത്തിനായും കടുത്ത മത്സരം നടക്കുന്നു. രണ്ടാമത്തേത്, സമ്പന്ന രാജ്യങ്ങളും ദരിദ്ര രാജ്യങ്ങളും തമ്മിലുള്ള വലിയ അസമത്വം. ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക എന്നീ പ്രദേശങ്ങളിലെ രാജ്യങ്ങളുടെ സമ്പത്തും വിഭവങ്ങളും ഇപ്പോഴും പുതിയ രീതിയിലുള്ള കൊളോണിയൽ ചൂഷണത്തിന് ഇരയാവുകയാണ്. മൂന്നാമത്, അമേരിക്കൻ നേതൃത്വത്തിലുള്ള ശക്തികളും ചൈന, ക്യൂബ, ഉത്തര കൊറിയ, വെനിസ്വേല പോലുള്ള രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷം. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വൈരുദ്ധ്യം മൂലധനവും തൊഴിലാളികളും തമ്മിലുള്ള പോരാട്ടം. സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ അതിൻ്റെ മുഴുവൻ ഭാരം തൊഴിലാളികളുടെ മേൽ ചുമത്തിയാണ് ഭരണകൂടവും കോർപ്പറേറ്റുകളും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇന്ന് പശ്ചിമേഷ്യ വലിയൊരു യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇറാൻ, പാലസ്തീൻ, ലെബനൻ, യമൻ, സിറിയൻ ഈ രാജ്യങ്ങളിലെ ജനങ്ങൾ യുദ്ധം കാരണം ദുരിത ജീവിതം നയിക്കുകയാണ്. വീടുകളും നഗരങ്ങളും തകർന്നടിയുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുന്നു. ഇത് ഒരു പ്രാദേശിക പ്രശ്നമല്ല, ആഗോള മുതലാളിത്ത വ്യവസ്ഥയുടെ പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതിക്കാരനാണ്. ലോകത്തെ 99 രാജ്യങ്ങളിലേക്ക് അമേരിക്ക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. യുദ്ധം വർദ്ധിക്കുമ്പോൾ ആയുധ കമ്പനികളുടെ ലാഭവും വർദ്ധിക്കുന്നു. ഇസ്രയേലും പശ്ചിമേഷ്യയും തമ്മിലുള്ള സംഘർഷം ഇന്ന് ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ആ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഇറാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയുടെ അത്യന്തം നിർണായകമായ കേന്ദ്രമാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണയും വാതകവും അതുവഴിയാണ് കടന്നു പോകുന്നത്. അവിടെ യുദ്ധമോ തടസ്സമോ ഉണ്ടായാൽ ലോകമെമ്പാടുമുള്ള ഇന്ധനവില ഉയരും. അതിൻ്റെ ആഘാതം ആദ്യം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഇന്ധനവില കൂടുമ്പോൾ ഭക്ഷണവില കൂടും, ഗതാഗത ചെലവ് കൂടും, വൈദ്യുതി ചെലവ് കൂടും. തൊഴിലാളികളുടെ ശമ്പളം അത്ര വേഗതയിൽ കൂടില്ല. അതിനാൽ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അപകടത്തിലാകുന്നത്. ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയുടെ ഭൂരിഭാഗവും വിദേശത്ത് നിന്നാണ് വരുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമായാൽ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ആഘാതമുണ്ടാകും. ചൈന ഇതിനകം റഷ്യയുമായി പൈപ്പ് ലൈൻ ബന്ധങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോഴും കടൽ മാർഗമുള്ള എണ്ണ ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കുന്നു. ഇന്ന് ലോകം ഒരു വലിയ മാറ്റത്തിൻ്റെ ഘട്ടത്തിലാണ്. അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം വെല്ലുവിളിക്കപ്പെടുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പുതിയ സാമ്പത്തിക കൂട്ടായ്മകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ചൈനയും റഷ്യയും ഡോളറിന് പകരം മറ്റ് നാണയങ്ങൾ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ്. എന്നാൽ ഈ മാറ്റം സ്വയം നീതിപൂർണമായ ഒരു ലോകം സൃഷ്ടിക്കുമെന്ന ഉറപ്പില്ല. പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയരുമ്പോഴും സംഘർഷങ്ങൾ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. അതിനാൽ ഇന്ന് മാനവരാശി ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ്. യുദ്ധത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വഴിയിലേക്കോ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും നീതിയുടെയും വഴിയിലേക്കോ. ലോകത്തെ രക്ഷിക്കേണ്ടത് ആയുധശക്തിയല്ല, ജനങ്ങളുടെ ഐക്യവും സമാധാനത്തിനുമുള്ള പോരാട്ടങ്ങളാണ്.